മുതുവല്ലൂർ പഞ്ചായത്തിലെ ഹർ ഘർ ജൽ പ്രഖ്യാപനവും പദ്ധതി സമർപ്പണവും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി ജില്ലയിൽ ചെലവഴിക്കുന്നത് 5,987 കോടി രൂപയാണെന്ന് മന്ത്രി പറഞ്ഞു. 120ഓളം ഗ്രാമപഞ്ചായത്തുകൾ ഇതോടൊപ്പം തന്നെ ഹർ ഘർ ജില്ലായി പ്രഖ്യാപിച്ച് നമുക്ക് മുന്നേറാനും കഴിയുന്ന സ്ഥിതിയുണ്ടായി. അതിൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായി നമ്മുടെ ഈ പഞ്ചായത്ത് ഇന്ന് അതിനാവശ്യമായ മുതുവല്ലൂർ പഞ്ചായത്ത് ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ഈ ജില്ലയിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് മാറുന്നു എന്നുള്ളതിൽ ഞാൻ നിങ്ങളെവരെയും പ്രിയപ്പെട്ട MLAയും എല്ലാം പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. സഹകരണ മനോഭാവം ഉണ്ടാവണം. അതിനാവശ്യമായ സ്ഥലലഭ്യത ഉറപ്പുവരുത്താൻ ജനങ്ങളുടെ സഹകരണം അതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് പ്രവർത്തികൾ വേഗത്തിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും എന്താണ് പദ്ധതിക്ക് തടസ്സം വരിക. ഒരു സെന്റ് സ്ഥലത്തിൻ്റെ പ്രശ്നമായിരിക്കും ഒരു പദ്ധതി തന്നെ മുടങ്ങിപ്പോണത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കണ്ണായ സ്ഥലത്ത് എനിക്കറിയാം 5-10 സെന്റ് സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത വളരെയേറെ മഹാമനസ്കരായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കൂട്ടായ പ്രവർത്തനവും ഇച്ഛാശക്തിയുമാണ് പദ്ധതി പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കാരണമായത്. എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കാനായി സംസ്ഥാന കേന്ദ്ര സർക്കാർ വിഹിതം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി വലിയ തുകയാണ് ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ശുദ്ധജല വിതരണത്തിൽ ചരിത്രപരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. കടലിലെ ജലനിരപ്പ് ഉയരുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം പോലെ ഇപ്പോൾ നടക്കുന്ന തീരദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെന്റ് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ 400 കോടി കഴിയും. ഏതാണ്ട് ലോക ജനസംഖ്യയുടെ പകുതിക്കെടുത്തു വരും. നമ്മൾ എത്രയുണ്ട്? 3.5 കോടി അല്ലെ 3.25 കോടി ജനം. ആ 3.5 കോടി ജനത്തെയും ഇത്രയും